കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്കു പിന്നാലെ കാനഡയെ യുഎസിൽ ലയിപ്പിക്കണമെന്ന ആശയം ആവർത്തിക്കുകയായിരുന്നു നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബർ 5-ന് മാർ-എ-ലാഗോയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ച മുതൽ ട്രംപ് ഉന്നയിക്കുന്ന ആശയമാണ് കാനഡയെ യുഎസ് സംസ്ഥാനമാക്കുക എന്നത്. നിരവധി തവണ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് ആവർത്തിച്ചു. കാനഡയെ നിലനിർത്തുന്നതിനായി നൽകുന്ന സബ്സിഡിയും ഇടപാടുകളിലെ വ്യാപാര കമ്മിയും അമേരിക്കയ്ക്ക് താങ്ങാനാകുന്നതല്ലെന്നും കാനഡയിലെ നിരവധി ആളുകൾ യുഎസ് സംസ്ഥാനമാകുന്നതിനായി ആഗ്രഹിക്കുന്നവരാണെന്നുമാണ് ട്രംപിൻ്റെ വാദം. ഇത് മനസ്സിലാക്കിയാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതെന്നവരെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ മറുപടി തന്നെ ജസ്റ്റിൻ ട്രൂഡോ കൊടുത്തിട്ടുണ്ട്. നോട്ട് എ സ്നോബോൾ ചാൻസ് ഇൻ ഹെൽ എന്ന ഇംഗ്ലീഷ് പ്രയോഗം ഉപയോഗിച്ചായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ മറുപടി. കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമാകുമെന്നത് അസാധ്യമാണെന്നും അതിന് നേരിയ സാധ്യത പോലുമില്ലെന്നും ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി. വ്യാപാരത്തിലും സുരക്ഷയിലും വലിയ പങ്കാളികളായി തുടരുന്നതിൻ്റെ ആനുകൂല്യം ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും ജനസമൂഹത്തിനും ലഭിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ എക്സിൽ കുറിച്ചു. ജസ്റ്റിൻ ട്രൂഡോ കൃത്യമായ മറുപടി കൊടുത്തിട്ടും ട്രംപ് അടങ്ങിയിട്ടില്ല. കാനഡയെയും യുഎസിനെയും ലയിപ്പിച്ച മാപ്പ് എക്സിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് ട്രംപ്. ഓ കാനഡ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ട്രംപ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ട്രംപിൻ്റെ പോസ്റ്റിൻ്റെ ഉള്ളടക്കത്തെ എതിർത്ത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. പോസ്റ്റിൽ അമേരിക്കയുടെ ഭാഗമായ സ്ഥലങ്ങളും അല്ലാത്തതും എന്ന് വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഭൂപടമാണ് ലിബറൽ പാർട്ടി പങ്കുവച്ചിരിക്കുന്നത്. ആശയക്കുഴപ്പമുള്ളവർക്കായി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ലിബറൽ പാർട്ടി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾ തമ്മിൽ സുരക്ഷിതമായ വ്യാപാര ബന്ധമുണ്ട്. തൊഴിലാളികൾക്കും കമ്മ്യൂണിറ്റികൾക്കും അതിലൂടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും ട്രൂഡോ എക്സിൽ കുറിച്ചു. കാനഡയെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണയില്ലായ്മയാണ് ട്രംപ് തൻ്റെ പരാമർശങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നതെന്ന് കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയും പ്രതികരിച്ചിട്ടുണ്ട്. ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് ട്രൂഡോയും ട്രംപും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. ഇതിപ്പോഴും തുടരുകയാണെന്ന് വ്യക്തമാണ്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതാവ് ജസ്റ്റിൻ ട്രൂഡോ 9 വർഷത്തെ ഭരണത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് രാജിവെച്ചത്. ഈ വർഷം പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ട്രൂഡോയുടെ രാജി. പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്.